നമ്മുടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും നമ്മുടെ നാട്ടിലെ ഭരണകൂടവും എത്രത്തോളം വിവരം കെട്ടതാണെന്നുള്ളതിന് തെളിവാണ് ഇന്നലെ നടന്ന സംഭവം. അതായത് 65 വയസ്സ് പ്രായമുള്ള റൂബി എന്ന് പറയുന്ന ഒരമ്മയ്ക്ക് വോട്ട് ചെയ്യാൻ വന്നപ്പോൾ അവർ പറയുകയാണ്, നിങ്ങളുടെ വോട്ട് ആരോ ചെയ്തു പോയി, നിങ്ങൾ എന്തിനാണ് വീണ്ടും വോട്ട് ചെയ്യാൻ വന്നതെന്ന് ചോദിക്കുന്നു. അപ്പോൾ അമ്മ പറയുന്നുണ്ട്, എൻ്റെ കയ്യിൽ മഷിയില്ല, ഞാൻ പിന്നെ എന്ത് ചെയ്യും, ഞാൻ വോട്ട് ചെയ്തിട്ടില്ല, എൻ്റെ വോട്ട് വേറെ ആരോ ചെയ്തു പോയതിന് എൻ്റെ വോട്ട് ചെയ്യാനുള്ള അവകാശം എനിക്ക് വിനിയോഗിക്കണ്ടേ. പക്ഷെ അതിനൊന്നും സമ്മതിക്കുന്നില്ല അവിടെയുള്ള ഓഫീസർമാർ. നിങ്ങൾ അവിടെ പോയിരിക്കും, ലാസ്റ്റ് നമുക്ക് നോക്കാം. അത് ഈ 65 വയസ്സുള്ള അമ്മയോടാണ് ഈ പറയുന്നുള്ളൊരു ഓർമ്മ വേണം കേട്ടോ. അത് ഉച്ചയ്ക്ക് 2:30 വന്നിട്ട് രാത്രിയാണ് അവർ തിരിച്ചു പോകുന്നത്. അവർ വോട്ട് ചെയ്തില്ല, വോട്ട് ചെയ്യാതെ പോയി. ആ വീഡിയോ ഒന്ന് കാണിച്ചു തരാം. പത്തനംതിട്ട പന്തളം കടക്കാട് പോളിംഗ് ബൂത്തിൽ 65 വയസ്സുള്ള വയോധികയായിട്ടുള്ള റൂബി എന്ന അമ്മയ്ക്ക് വോട്ട് ചെയ്യാൻ സാധിച്ചില്ല. അവരുടെ പേരിലുള്ള വോട്ട് മറ്റാരോ ചെയ്തു എന്നാണ് റൂബി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അമ്മയ്ക്ക് വോട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. എനിക്ക് വോട്ട് ചെയ്യണ്ട, ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ വോട്ട് ചെയ്തില്ല. ഇവിടെ വന്ന് ചെയ്യാൻ വന്നപ്പോൾ അവര് പറഞ്ഞ് നിങ്ങളുടെ വോട്ട് ചെയ്തേച്ച് നിങ്ങൾ പോയിച്ചെന്തോ നിങ്ങൾ വന്നതെന്ന്. ഉമ്മ എത്ര കയ്യ മഷിയില്ല, നോക്ക്, വോട്ട് ചെയ്തിട്ടുണ്ട്, മഷിയില്ല. വോട്ട് ചെയ്താൽ മഷി കാണത്തില്ലേ? എത്ര മണിയായപ്പോഴും ഇവിടെ വന്നേ? ഞാൻ 2 മണിക്ക്, ഉച്ചയ്ക്ക് 2 മണിക്ക്. ഉച്ചയ്ക്ക് 2 മണിക്ക്. അന്നേരം പോളിംഗ് ഓഫീസർമാർ എന്താ പറഞ്ഞത്? അതാ പറഞ്ഞത് ഞാൻ ചെയ്തതാണ് വോട്ട്. ഇത്രയും നേരം കാത്തു നിൽക്കേണ്ടി വന്നത് എന്തുകൊണ്ടാ? ഇവിടെ ലാസ്റ്റ് നോക്കിയിട്ട് പറയാം ഇരിക്കാൻ പറഞ്ഞ്, അങ്ങനെ ഇത്രയും നേരം ഇരുന്നത്. വോട്ട് ചെയ്യാതെ പോവാണോ ഇപ്പൊ ചെയ്യാനെന്ന്? ഇപ്പൊ ചെയ്യാമെന്ന് പറഞ്ഞോ? ഉദ്യോഗസ്ഥർ ചെയ്യാമെന്ന് പറഞ്ഞോ? വോട്ട് ചെയ്യാമെന്ന് പറഞ്ഞോ? ഇപ്പൊ ചെയ്യേണ്ട എവിടുത്തെ അധികാരം അവകാശമാ? ഇപ്പൊ ചെയ്യേണ്ട എന്തോ അധികാരം അവകാശമാ? പേര് ലിസ്റ്റ് ആരാണ്ട് വന്നു, പേരെഴുതി അവര് തന്നെ ആയിരിക്കും ചെയ്തത്. ആദ്യം വന്നു, ആരും ഇവിടെ വന്നിട്ടില്ല. എന്റെ ആദ്യം വന്ന് പറഞ്ഞു വിട്ടു. ആദ്യം റൂബി ജബ്ബാർ എന്നാ ഭർത്താവിന്റെ പേര്. ഞാൻ 2 മണിക്ക്. എന്നോട് പറഞ്ഞത് നിങ്ങൾ വോട്ട് ചെയ്തയച്ചു പോയവരാ, പിന്നെ എന്തിനാ വോട്ട് ചെയ്യാൻ വന്നതെന്ന്. നിങ്ങൾ വോട്ട് ചെയ്തിട്ട് പോയവരല്ലേ, റൂബി വോട്ട് ചെയ്ത് വേണ്ടെന്നും പറഞ്ഞൊരു പേപ്പർ എടുത്ത് കാണിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇതെന്റെ പേരാ റൂബിന്ന്. പക്ഷെ ഈ നാട്ടിൽ ആർക്കും എൻ്റെ പേരില്ല, എനിക്കേ ഉള്ളു ഇവിടെ. പിന്നെ ഒപ്പ് ഇങ്ങനല്ല ഞാൻ ഇടുന്നത്, ഇതെൻ്റെ ഒപ്പുമല്ലെന്ന് പറഞ്ഞു. എന്നിട്ട് അല്ലെന്ന് അവർ മാറിയിരിക്കല്ലേ പോകാൻ പറഞ്ഞു. പെണ്ണുങ്ങളാ പറഞ്ഞ്. എന്നിട്ട് ഞാൻ പോയിട്ട് തിരിച്ച് വീട്ടിൽ പോകാതെ അവിടെ ക്യൂവിനകത്ത് നിന്ന് വീണ്ടും കയറി വന്ന് ഇവിടെ ഇരിക്കുവായിരുന്നു. ഉണ്ടായിരുന്നു. ഞങ്ങൾ അത് പറഞ്ഞു, ഞങ്ങൾ പറഞ്ഞെന്നേ, ഞങ്ങളെ വോട്ട് ചെയ്തില്ല പറയുന്നത്. ഇങ്ങനെ ഒരു സംഭവം അറിയുന്ന അവസാന വിഷയമാണ്. വോട്ട് ചെയ്യിപ്പിക്കുമെന്ന് പറഞ്ഞ് ഞങ്ങൾ മഷിയുണ്ട് കണ്ടോ, നമ്മൾ തിരിച്ചു പോലും കഴിക്കാതെ ഈ 2.5 തൊട്ട് ഇരുന്നിട്ട് പോലും ഇതായി. അവര് സാധ്യത ഉണ്ടായിട്ട് പോലും അവർ ചെയ്യിപ്പിച്ചില്ല, ചെയ്യുന്നില്ല. വോട്ട് അവരുടെ മൗലിക അവകാശം ഇല്ലെന്ന് പറഞ്ഞു. പെണ്ണുങ്ങളെ കാണിച്ചു മനസ്സില്ല ചെയ്യാൻ. റൂബി അമ്മ ഏതായാലും വോട്ട് ചെയ്യാൻ ഇനിയിപ്പോൾ തീരുമാനം, വോട്ട് ചെയ്യില്ല എന്നാണ് പറയുന്നത്. വലിയ ഒരു എതിർപ്പാണ് ഇക്കാര്യത്തിൽ പോളിംഗ് ഉദ്യോഗസ്ഥരോട് ഈ റൂബി എന്ന ഉമ്മ ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനിയിപ്പോൾ അതിൻ്റെ പ്രൊസീജിയേഴ്സ് എന്തോ ആയിക്കോട്ടെ, പക്ഷെ മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അത് അവിടെയുള്ള ഓഫീസർമാരൊന്നും കാണിച്ചിട്ടില്ല. അമ്മ പറയുന്നുണ്ട്, ഒരു സ്ത്രീയാണ് അവിടെ ഇരുന്നത്. ആ സ്ത്രീക്ക് പോലും ഈ അമ്മയുടെ വേദന മനസ്സിലാക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ ഒരു സ്ത്രീയാന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? നിങ്ങൾ അവിടെ പോയിരിക്കുക, നമുക്ക് ലാസ്റ്റ് നോക്കാം, ചെയ്യാൻ പറ്റുമെന്ന് ലാസ്റ്റ് നമുക്ക് നോക്കാം എന്നുള്ള രീതിയിൽ പറഞ്ഞു. അമ്മ 2:30 പോയ അമ്മ വയ്യാതെ, അമ്മനെ കണ്ടാൽ തന്നെ അറിയാം കേട്ടോ, വലിയ ഉഷാറുള്ളൊന്നുമല്ല, വയ്യായികയുണ്ട്. അപ്പോൾ ആ വയ്യായികയും വെച്ച് രാത്രി വരെ അവിടെ ഇരുന്നു. എന്നിട്ടും അവിടെയുള്ള ഈ രാഷ്ട്രീയ പ്രതിനിധികളുണ്ടല്ലോ, അവന്മാർക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റിയില്ല. അവിടെയുള്ളൊരു ചേട്ടൻ പറയുന്നുണ്ട്, ഞങ്ങളിത് അറിഞ്ഞു, അല്ലെങ്കിൽ ഞങ്ങൾ ലാസ്റ്റ് നിമിഷമാണ് ഇത് അറിഞ്ഞത്, ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലെന്നാണ് നിങ്ങൾ പറയുന്നത്. അവിടെ ആവശ്യമില്ലാത്ത കാര്യത്തിനൊക്കെ കയറി ഇടപെടാനായിട്ടുള്ള എല്ലാ പരിപാടിയും ഈ രാഷ്ട്രീയക്കാർക്ക് അറിയാം. ഒരു വോട്ട് ചെയ്യുക എന്നുള്ളതൊരു പൗരൻ്റെ മൗലിക അവകാശമാണ്. അതിന് പോലും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്ത് കാര്യമാണുള്ളത്? എന്നിട്ട് അമ്മ വോട്ട് ചെയ്യാതെ പോയി. അപ്പം അമ്മേൻ്റെ വോട്ട് ചെയ്ത ആളാരാ അതറിയില്ല. അവിടെ ഈ ഐഡൻറ്റിറ്റി കാർഡൊക്കെ നോക്കാനിരിക്കുന്ന ഓഫീസർമാരുണ്ടല്ലോ, അവന്മാർക്ക് എന്ത് തേങ്ങയെ പിന്നെ നോക്കുന്നത്? എല്ലാത്തിനെയും പിടിക്കണം. നമ്മുടെ നാട്ടിലെ ഭരണ സംവിധാനം എന്ന് പറഞ്ഞാൽ ഇത്രത്തോളം കഴിവ് കേട്ടൊരു ഭരണ സംവിധാനം. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നൊരു സാധനത്തിന് എന്തിനാണ് വെച്ചേക്കുന്നത്?
ഇതിനോടൊന്നും പ്രതികരിക്കുന്നില്ല. ആ വോട്ട് ചെയ്തവന്മാരെ കണ്ടുപിടിക്കുന്നില്ല, അതിന് നടപടി സ്വീകരിക്കുന്നില്ല. എന്തായാലും കൊള്ളാം. വളരെ വൃത്തികെട്ട രീതിയിൽ ഇന്നലത്തെ വോട്ടിംഗ് ഒക്കെ നടന്നു പോയിട്ടുണ്ട്. താമരയ്ക്ക് ഏതിന് കുത്തിയാലും താമരയ്ക്കാണ് വോട്ട് വീഴുന്നത് എന്നൊരു വശത്ത് പറയുന്നു. അപ്പുറത്തെ വശത്ത് ഷാഫി പറമ്പിൽ കൂത്തുപറമ്പിൽ ബൂത്തുകളിൽ ചെല്ലുമ്പോൾ അവിടെയുള്ള CPM പറയാണ് ഇവിടെ വന്ന് നിൻ്റെ കാല് വെട്ടും നിൻ്റെ കൈ വെട്ടും തുടങ്ങി കാര്യങ്ങളാണ്. ഇപ്പുറത്താണെങ്കിൽ വോട്ട് ആരൊക്കെയോ വോട്ട് ചെയ്തിട്ട് പോകുന്നു. ഒരു സൈഡിലാണെങ്കിൽ രാത്രി 10 മണിയായിട്ട് വോട്ടെടുപ്പ് തീരുന്നില്ല. എന്തായാലും വളരെ വൃത്തികെട്ട രീതിയിൽ, അതെല്ലാ പ്രാവശ്യവും അങ്ങനെ തന്നെയാണ്, ഇപ്രാവശ്യം അങ്ങനെ തന്നെയായി. നല്ല വൃത്തികെട്ട രീതിയിൽ നമ്മുടെ വോട്ടെടുപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇലക്ഷൻ്റെ അന്ന് നമുക്കറിയാം എന്തൊക്കെയാവും, എത്ര ബോംബ് വീഴും. കൊള്ളാം.